എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ മറ്റുള്ളൊരു ടീച്ചറിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കുപ്രസിദ്ധിയാണ് അവർ നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടീച്ചർ എന്ന് പറയുന്നത് അതിസുന്ദരിയായ ഒരു ടീച്ചറാണ്. അതിസുന്ദരി എന്ന് പറഞ്ഞാൽ അതിസുന്ദരിയായിട്ടുള്ളൊരു ടീച്ചറാണ്. അപ്പോൾ ആ ടീച്ചറിനെ പറ്റിയിട്ട് അവരുടെ കൂടെ ടീച്ചർ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപിക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അധ്യാപികയെ പറ്റിയിട്ട് അവിടെ പഠിപ്പിക്കുന്ന ആ ഒരു അധ്യാപകൻ ചുവരിൽ ഏതാണ്ട് അങ്ങടെ കുൽസിത പ്രവൃത്തിയെക്കുറിച്ച് എഴുതി വെച്ചു ടീച്ചറിനെ പറ്റിയിട്ട്. ടീച്ചറിൻ്റെ നഗ്ന വീഡിയോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വൃത്തികേട് എഴുതി വെച്ചു. അപ്പോൾ അതിനെതിരെ ടീച്ചർ വന്നിട്ട് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പരാതിയുടെ പിന്നിൽ ഒരു പുല്ല് പോലും കിളിർത്തില്ല എന്ന് വേണം പറയാനായിട്ട്. ടീച്ചർ ആകെ കലിപ്പിലായി. അപ്പോൾ പിന്നീട് ടീച്ചർ കാട്ടിക്കൂട്ടി എന്താണെന്ന് വെച്ചാൽ ടീച്ചർ നേരെ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് ചെന്നു. അവിടെ ഒരു പായ വിരിച്ച് കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തു കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നേരെ നമ്മുടെ മറുനാടൻ മലയാളി ചാനലോ അങ്ങനെ ഏതാണ്ടൊക്കെ ചാനലിലൊക്കെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീച്ചർ മനസ്സിൽ വിങ്ങിപ്പൊട്ടുന്ന ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതായത് ആ ഒരു ടീച്ചറിനെ ആ ഒരു അധ്യാപകൻ ഇത്രത്തോളം അപമാനിച്ചിട്ട് പോലും അവർ കേസ് കൊടുത്തിട്ട് അതിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് ടീച്ചറിൻ്റെ ആരോപണം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ടീച്ചർ ഹണി റോസ് അല്ലല്ലോ. അപ്പോൾ പിന്നെ നടപടി എടുക്കുന്നത് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന്, അല്ലേ? അപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ടീച്ചർ വളരെ കഷ്ടപ്പെട്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പായയൊക്കെ വിരിച്ച് കിടന്ന് സത്യാഗ്രഹം ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ഒരു അധ്യാപകനെ അവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ടീച്ചർ ഹാപ്പി ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ ഒരു ടീച്ചർ പറയുന്നുണ്ട് ടീച്ചറിന് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ടീച്ചറിൻ്റെ യൂട്യൂബ് ചാനൽ ആർക്കും അത്ര വലിയ താല്പര്യമില്ല. കുട്ടികളൊന്നും ടീച്ചറിനെ ബഹുമാനിക്കുന്നില്ല എന്നാണ് ഒന്നാമതായിട്ട് ടീച്ചർ പറയുന്ന ഒരു പരാതി എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ടീച്ചറിനെ ബഹുമാനിക്കാതിരിക്കേണ്ട കാര്യം എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. ഈ ടീച്ചറിന് ഇത്രയേറെ വിഷമങ്ങളുണ്ടായല്ലോ ആദ്യം. അപ്പോൾ എന്തായാലും നമ്മുടെ ടീച്ചറിനെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞ ആ ഒരു അധ്യാപകനോട് പറയാനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ താങ്കൾക്ക് നാണമില്ലേ? താങ്കളൊക്കെ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ചുവരെഴുത്തൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തിലുള്ള കൃമികടിയുള്ള ചില പൂവാലന്മാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കുൽസിത പ്രവൃത്തി എന്ന് പറയാം. ചുവരിലൊക്കെ അതും ഇതുമൊക്കെ എഴുതി വയ്ക്കുക, പടം വരയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാലം. ഈ ഒരു 2025 താങ്കളെ പോലുള്ളവർ ഇങ്ങനെ ചുവരിലൊക്കെ എഴുതി വെച്ച് കുട്ടികളെക്കാളും തരം താഴ്ന്നു പോകുന്നല്ലോ എന്നോർക്കുമ്പോഴുണ്ടല്ലോ ലജ്ജയുണ്ട്. നിങ്ങളെയൊക്കെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പോരാ, തന്നെയൊക്കെ ഡിസ്മിസ് തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ ഓർത്തു പാവം ഈ ഒരു ടീച്ചറിനെ ഇങ്ങനെയൊക്കെ അപമാനിക്കേണ്ട കാര്യം എന്താ? അത്യാവശ്യം നല്ല ഏജൊക്കെ ഉള്ള എന്നെപ്പോലെ തന്നെ ഏജുള്ള അല്ലെങ്കിൽ എന്നെക്കാളും ഏജുള്ള ഒരു ടീച്ചറാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നോ നോക്കുമ്പോൾ ടീച്ചറിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടീച്ചർ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് കൊടുത്ത ആ ഒരു ഇൻ്റർവ്യൂവിൽ ടീച്ചർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വീഡിയോയോ ഫോട്ടോയോ ഒക്കെ ചാനലുകളിൽ വന്നെന്നും പറഞ്ഞ് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് തീർത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോയും ഫോട്ടോയും ഒക്കെ വന്നാലല്ലേ പുള്ളിക്കാരത്തേക്കൊന്നും നൈസിന് വൈറലാവാൻ പറ്റൂ. അങ്ങനെ എന്തായാലും പുള്ളിക്കാരത്തേക്കൊരു യൂട്യൂബ് ചാനലുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ ദൈവമേ ബോധം കെട്ടു വീണു. കാരണം ആ ഒരു യൂട്യൂബ് ചാനലിൽ അവരിട്ടിരിക്കുന്ന വീഡിയോകൾ കണ്ടാലുണ്ടല്ലോ എന്താ പറയുക, എങ്ങനെ ബഹുമാനം കൊടുക്കാനാണ് കുട്ടികളൊക്കെ? ആ ഒരു അധ്യാപകൻ ചുവരിൽ എഴുതിയത് തെറ്റ് തന്നെയാണ്. കാരണം ചുവരെഴുത്തൊക്കെ പണ്ട് കാലത്തെ കഴിഞ്ഞതാണ്. അധ്യാപകൻ്റെ ചെകിടത്ത് ഒരെണ്ണം കൊടുക്കേണ്ടതാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ പോലും ഭിത്തിയിലും ചുവരിലൊന്നും ഒന്നും എഴുതി വയ്ക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ അധ്യാപകൻ ഇത്രയും ബാലിശമായിട്ട് ചിന്തിച്ചത്. എന്തായാലും ഇവരുടെ യൂട്യൂബ് ചാനൽ കണ്ട ഞാനങ്ങ് ഞെട്ടിപ്പോയി. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവരുടെ നിലവാരം, ഒരു അധ്യാപികയ്ക്ക് വേണ്ട യാതൊരുവിധ നിലവാരവും അവർക്കില്ല എന്നുള്ള കാര്യം ആ ഒരു യൂട്യൂബ് ചാനൽ സന്ദർശിച്ചപ്പോൾ തന്നെ മനസ്സിലായ ആ ഒരു കാര്യമാണ്.
ഇത്രയും തരം താഴ്ന്ന രീതിയിൽ പബ്ലിക്കായിട്ട് വീടിൻ്റെ മുറ്റത്ത് നിന്ന് കുളിസീൻ കാണാൻ വായോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ വീഡിയോയുടെ പ്രധാന കണ്ടൻറ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ലൈവിലേക്ക് ഇരുന്നുകൊണ്ട് എല്ലാവരെയും വിളിക്കുന്നു, ക്ഷണിക്കുന്നു, ഇത്ര മണിക്ക് വായോ വായോ വായോ, ഇല്ല ചന്തയിൽ മീനിനിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ, ആ ഒരു മെത്തേഡിലുള്ള വീഡിയോകളാണ് മുഴുവനും കാണാൻ കൊള്ളില്ല. വളരെ വൾഗറായിട്ടുള്ള വീഡിയോകളാണ് എന്ന് വേണം പറയാനായിട്ടുള്ളത്. അവരുടെ ലൈവുകളും എല്ലാം കണക്കാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇവർക്ക് നാണാവുന്നില്ലേ? ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു പോക്ക് ഏത് രീതിയിലായിരിക്കും എന്ന് വരെ ചിന്തിച്ചു പോയി ഒരു നിമിഷം ഞാൻ. അപ്പോൾ എന്തായാലും ഈ ഒരു അധ്യാപികയോട് പറയാനുള്ളത്, നമ്മൾ ബഹുമാനമായാലും സ്നേഹമായാലും അത് കൊടുത്താൽ മാത്രമേ വേണ്ടത്ര അളവിൽ തിരികെ കിട്ടത്തുള്ളൂ. പിന്നെ ഈ അധ്യാപികയോട് ഇങ്ങനെ പറയാനും ഒരു കാരണം ഉണ്ടെന്ന് വെച്ചാൽ, അധ്യാപികയെ കുട്ടികളാരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഒരുപാട് യൂട്യൂബ് ചാനലുകളിലൊക്കെ അവരുടെ ആ ഒരു ചാനലിൻ്റെ ആ ഒരു എന്താണ് പറയുന്നത് വീഡിയോകളൊക്കെ പല ചാനലുകളിലും ഇട്ടിട്ടുണ്ട്. അവരുടെ യൂട്യൂബ് ചാനൽ അവർക്കുള്ളത് കൊണ്ട് അതിൽ നിന്ന് തന്നെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നീട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ വീഡിയോ ഒന്നും ഇട്ടതും പറഞ്ഞ് ഫോട്ടോ ഇട്ടതും പറഞ്ഞ് അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവർ കോപ്പിറൈറ്റോ സ്ട്രൈക്കോ ഒന്നും തരാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാലും അവരുടെ വീഡിയോയോ ഫോട്ടോയോ ഇട്ടാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും അത് ഇടണ്ട എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് അവരുടെ വീഡിയോയോ ഒന്നും ഇതിൽ കാണിക്കാത്തത്. എന്തായാലും ഇങ്ങനെയും അധ്യാപികമാർ ഉണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴുണ്ടല്ലോ, എന്തല്ലേ ഇത്രയും സംസ്കാരമില്ലാത്ത ഒരു ആൾ പഠിപ്പിക്കുന്ന കുട്ടികൾ പിന്നെ ഏതവസ്ഥയിലേക്ക് പോകാനാണ്? എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു അധ്യാപികയുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ കട്ട വെയിറ്റിംഗ് ആയിരിക്കണം. കാരണം ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു എന്നേ ഉള്ളൂ. ഈ ഒരു അധ്യാപികയെക്കുറിച്ചിട്ട് എനിക്ക് കുറച്ച് അധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തേക്കണം. ഏത് വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ളവർക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെങ്കിലും കമൻറ്റ് ചെയ്തോളൂ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സഹോദരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വയ്ക്കുക. ഇനി ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി, നമസ്തേ.